സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വിഷയമെന്ന് പറയുന്നത്, ഇത്രയും നാൾ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നതെന്നായിരുന്നു. അത് ചീറ്റിപ്പോയി. പല ഭാഗത്തു നിന്നും എതിർപ്പ് വന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയ്ക്ക് നിയമസഭയിൽ ഒരു സീറ്റില്ല. അവരിതുവരെ ഭരണം കൈയാളിയിട്ടില്ല. ഭരണത്തിൻ്റെ 7 അയലത്ത് പോലും അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചീറ്റിപ്പോയി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത്, പുതിയ ഉഡായിപ്പുമായിട്ട് BJP, സംഘപരിവാർ, CPM വർഗീയവാദികൾ ഇറങ്ങിയിരിക്കുകയാണ്. മലബാറുകാർക്കായിരിക്കും ഭരണം UDF അധികാരത്തിൽ വന്നാൽ. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ മലബാർ എന്ന് പറയുന്നത് എവിടെയാണ്? മലബാർ എവിടെയാണ്? കേരളത്തിലല്ലേ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ ഏതെല്ലാം തരത്തിലാണ് വർഗീയമായ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ജാതീയമായ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല ഈ നമ്മുടെ നാട് പോണ പോക്ക്. അപ്പോൾ കണ്ണൂർക്കാരൻ ഈഴവൻ മുഖ്യമന്ത്രിയായാൽ അത് മലബാർ ഭരണമല്ല. കണ്ണൂർക്കാരൻ ഈഴവൻ മുഖ്യമന്ത്രിയായാൽ അവർ കണ്ണൂർ ഭാഗങ്ങളിലുള്ള ബാക്കിയുള്ള സമുദായ മുസ്ലിങ്ങളല്ലാത്ത സമുദായക്കാർ മന്ത്രിമാരായാൽ അത് മലബാർ ഭരണമല്ല. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറത്തുകാർ ഒരു 3-4 പേര് മന്ത്രിമാരായാലാണ് ഇവിടെ പ്രശ്നം. അത് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ. മലബാർ എന്ന് പറയുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, ഈ ഇത്രയും 5, പാലക്കാടും കൂടെ ചേർക്കാം അതിൽ. അപ്പോൾ ഇത്രയും ജില്ലകൾ അതിൽ വരും. എന്താ മലബാറുകാർക്ക് ഭരിച്ചൂടെ? അതേ മുസ്ലിങ്ങൾക്ക് ഇവിടെ മന്ത്രിസ്ഥാനം ഒന്നും കൊടുക്കൂലേ? അധികാരത്തിൽ പങ്കാളികളാക്കൂലേ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതായത് അസൂയയും കുശുമ്പും മനുഷ്യർക്ക് ഈ മനസ്സിനെ വികൃതമാക്കി തുടങ്ങിയാൽ അസൂയയാണ്. അതായത് മുസ്ലിങ്ങൾ, ഇപ്പോൾ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ പ്രത്യേകമായി ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട്. അവർ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. മക്കളെയെല്ലാം വിദേശത്ത് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ രാജ്യങ്ങളിലും അയച്ച് പഠിപ്പിച്ച് അവർ വലിയ നിലയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത് സഹിക്കാനാകുന്നില്ല. ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇതിന് എതിരാണ്. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. അതായത് മുസ്ലിങ്ങളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പിന്നെ കേരളത്തിൽ എന്നതാണ് ഈ വർഗീയ വേർതിരിവുണ്ടാക്കി തുടങ്ങിയത്. നമ്മൾ മനസ്സിലാക്കണം. BJP എന്നാണോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്? ഇന്ത്യയിൽ 25%, അതായത് ഏകദേശം 25 കോടി മുസ്ലിങ്ങളുണ്ട്. ഒരു മുസ്ലിം മന്ത്രിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അത് മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ ഇളിഭ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് എന്ന് പറയുന്ന യാതൊരു വിലയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഭരണാധികാരികൾക്ക് ഇല്ലാതായിപ്പോയി. കേരളത്തിൽ തന്നെ നമുക്കെടുക്കാം. കേരളത്തിൽ ഇന്ന് വരെ ഒരു ഭരണത്തിൽ ഈ പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാരില്ലാത്ത ആദ്യത്തെ സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത്. ആരുണ്ട്? ഒരു മനുഷ്യരുമില്ല. അപ്പൊ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഒരു മന്ത്രിസ്ഥാനമില്ലാത്ത ആദ്യത്തെ സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത്. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണനെ മനഃപൂർവ്വമായിട്ട് പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ മന്ത്രിസ്ഥാനവും പോയി. അപ്പോൾ ഏത് രീതിയിലുള്ള ചെറ്റത്തരവും ഇവിടെ കാണിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഒരു ഫക്രുദ്ദീനും പിന്നെ കേരളമന്ത്രിയുടെ വേറൊരു അവതാരനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പിണറായി ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ LDF ഭരിക്കുമ്പോൾ ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നില്ല. UDF ഭരിക്കുമ്പോൾ ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നു. കൂടുതലൊന്നും അന്വേഷിക്കണ്ട, അതിന് കൂടുതൽ ചിന്തിക്കണ്ട. അത് പിണറായിയുടെ ഭരണ നേട്ടമായിട്ട് പറയുന്ന ഫക്രുദ്ദീനും ആ കേരള കൗമുദിയുടെ അവതാരകനും മനസ്സിലാക്കാനുള്ളത്, എല്ലാ വർഗീയ ലഹളയ്ക്ക് പിന്നിലും എന്ത് ചെറ്റത്തരം, എന്ത് വർഗീയതയും കാണിക്കും മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടി. കാരണം ഇന്ത്യയിൽ വേറെ എവിടെയും അധികാരമില്ല. പശ്ചിമ ബംഗാൾ പോയി, ത്രിപുര പോയി, കേരളവും പോവും. ഇനി മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയാണ് നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ യാതൊരു വഴിയുമില്ലാത്ത അവസ്ഥയുണ്ടാകും.
പിണറായി വിജയൻ ഒരുപക്ഷെ അവസാനത്തെ മുഖ്യമന്ത്രിയായി, CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി. അങ്ങനെ തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ വേണ്ട. ഫഖറുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രീയ നിരീക്ഷകനാണ്. നേരത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ചാനലുകളിൽ പോകുമായിരുന്നു. ചിന്തയുടെ, ജനകീയത്തിൻ്റെയൊക്കെ എന്തൊക്കെയോ പിന്നെ അതിൽ പിന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ മറ്റേ പൊട്ടനും കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് ഭരണത്തിന്റെ നേട്ടമാണ്. ഒരു ഭരണത്തിന്റെ നേട്ടമല്ല. ഇവിടെ ഏതൊരു വർഗീയ വിപ്ലവം, വർഗീയ ലഹള ഉണ്ടായിരുന്നാലും ശരി, മാറാട് കലാപം എങ്ങനെയാണ് ഉണ്ടായത്? 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മാറാട് കലാപത്തിന് ഇപ്പൊ TK ബാലനും പിണറായി വിജയനും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ്? അപ്പൊ ഭീമാവളിയിൽ വെടിവെച്ച് വന്ന മുസ്ലിങ്ങളുടെ കാര്യം എന്തുകൊണ്ട് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് വെടിവെച്ച് വന്നതിനെ പറ്റി കാരണം മുസ്ലിങ്ങളെ ആർക്കും എന്തും ചെയ്യാം. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന മതമാണ് പ്രശ്നം. അവർ വിശ്വസിക്കുന്നത് തന്നെ മരണമായിരുന്നാലും ജനനമായിരുന്നാലും ജീവിതമായിരുന്നാലും എല്ലാം നമ്മുടെ സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രകാരമേ നടക്കുള്ളൂ. അതിൽ അവർ സമാധാനപ്പെടുകയാണ്. ആരോടും പകയില്ല, വിദ്വേഷമില്ല. എന്ത് വന്നാലും ശരി അലല്ലാ, പടച്ചവനിൽ നമ്മൾ, അതായത് അള്ളാഹുവിൽ കാവൽ നിർത്തും, ദൈവത്തിൽ നമ്മൾ കാവൽ ഏൽപ്പിക്കുന്നു. വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ആരും കാലാകാലം ജീവിക്കുന്നവരിവിടെ ഇല്ല. കാലാകാലം ജീവിച്ചിരിക്കുന്നവർ ആരുണ്ട് ഇവിടെ? ആരുമില്ല. എല്ലാം നശിക്കും. ലോകത്തിലുള്ള നശ്വരമായിട്ടുള്ളതാണല്ല, അനശ്വരമായത് ഒന്നുമില്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഇവിടെയുള്ള അധികാരമോ ഇവിടെയുള്ള പണമോ ഇവിടെയുള്ള ആഡംബരങ്ങളോ ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് മുസ്ലിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും നിങ്ങൾ മുസ്ലിം സമുദായത്തെ എടുത്തു നോക്കണം. ഈ കൈ അയച്ച് സഹായം ചെയ്യുന്ന ഒരു സമുദായം അവരല്ലാതാറുണ്ട്. നിങ്ങൾ എടുത്തു നോക്കണം. നിങ്ങൾ മലബാർ ഭാഗത്ത് മലബാറിന്റെ ആളുകൾ ഭരിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വേണമെങ്കിൽ മലബാർ ഭാഗം എന്നും പറഞ്ഞ് ഒരു പ്രത്യേക സംസ്ഥാനം ഉണ്ടാക്കാമല്ലോ. 6 ജില്ലകൾ ചേർത്ത് ബാക്കി ജില്ലകൾ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കോളി, ഒരു കുഴപ്പമില്ലല്ലോ. എന്ത് സംസ്ഥാനം പ്രത്യേകമായി ഉണ്ടാക്കണമെന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലല്ലോ. അപ്പൊ മലബാറുകാർക്ക് നിങ്ങൾ അധികാരം കൊടുക്കൂല എന്ന് പറയുന്നതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ മന്ത്രിമാര് വേണ്ട. ഇപ്പോ ഈ ഫഖറുദ്ദീൻ അലി എന്ന് പറയുന്നവൻ, അതായത് അവൻ പേരുകൊണ്ട് മുസ്ലിമാണ്, പക്ഷെ അവന് സ്വന്തം, അതായത് യാഥാർത്ഥ്യം പറയുന്നതിന് നീ ആരെയാണ് ഭയക്കുന്നത്? ഫഖറുദ്ദീൻ അലി, നീ ആരെയാണ് ഭയക്കുന്നത്? ഈ 11% കേരളത്തിലെ നായന്മാർ. ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നു. എത്ര മന്ത്രിമാരുണ്ട്? 11 മന്ത്രിമാരുണ്ട്. നായന്മാര് 11 മന്ത്രിമാരുണ്ട്. എന്തേ ചാനലുകളിലൊന്നും ചർച്ചയാകാത്തത്? അതെന്ത് ചർച്ചയാക്കാത്തത്? എന്തുകൊണ്ട് വെട്ടിത്തുറന്ന് നീ ഇപ്പൊ ഈ കേരളമതിയുടെ ആയിട്ട് നിങ്ങൾ ചാനൽ ചർച്ച നടത്തുമ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല? മുസ്ലിങ്ങൾ 5ാമത്തെ ഒരു മന്ത്രി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. അവരുടെ സീറ്റിന്റെ എണ്ണം വെച്ച് നിയമസഭയിൽ അവർക്ക് എത്ര സീറ്റുണ്ട് അതിനനുസരിച്ച് അവർ ആവശ്യപ്പെട്ടു. അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, വേറെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. മുസ്ലിങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാൻ പാടില്ല. ഏത് ബാക്കി ഏത് സമുദായക്കാരനും മുഖ്യമന്ത്രിയാവും. ഇതെന്ത് ന്യായം, എന്ത് നീതി, എന്ത് ധർമ്മം? ഇതാണോ കേരളം? സാംസ്കാരിക കേരളം അധപ്പതിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അപ്പൊ ഒരു സമുദായത്തിനോട് നിങ്ങൾ കാണിക്കുന്ന പകയും വിദ്വേഷവും അത് ലോകത്ത് ആരും അംഗീകരിക്കുന്നതല്ല. നിങ്ങളെന്ത് ജനാധിപത്യം, നിങ്ങൾക്കെന്ത് മതേതരത്വം? ഒന്നുമില്ല, ചുമ്മാ പറയുന്നതാണ് ഇതെല്ലാം. ഒരു മതേതരത്വവും ഇല്ല, ഒരു ജനാധിപത്യവും ഇല്ല. ഇതൊക്കെ ഏകാധിപത്യ ഫാസിസ്റ്റുകളുടെ ഇതാണ്. പിന്നെ BJP കറുത്ത കുതിരയാവും. എന്ത് കറുത്ത കുതിരയാകും? BJP കറുത്ത കഴുതയാകും. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഇവനെല്ലാം ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ BJP പോയാൽ എന്തെങ്കിലുമൊക്കെ അപകർഷണങ്ങൾ അധികാരത്തിന്റെ കിട്ടും, എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും. കാര്യം മനുഷ്യർക്ക് വയസ്സായി വരുമ്പോഴത്തേക്ക് ആദർശങ്ങളും ബാക്കി നിലപാടുകളും എല്ലാം മാറും. അവർ മാറ്റും. പിണറായി വിജയൻ 1ാം ക്ലാസ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന് അല്ല. എത്രയോ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതിന് അപജയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം BJP വളരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും CPM ആണ്. ആ CPM-ൽ നിന്ന് ആളുകൾ കൂടോടുകൂടി BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. MLA-മാരായിരുന്നാലും പിന്നെ ഏരിയ സെക്രട്ടറിമാരായിരുന്നാലും ശരി, ആരായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് തടയിടണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അധികാരം മാത്രം ലക്ഷ്യമാക്കരുത്. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും
ഊന്നി തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. പണ്ട് കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടാണ്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഒരു അച്ഛൻ്റെയും ഒരു അരമനയിലും ഒരു ഹിന്ദു നേതാക്കന്മാരെ, ഒരു മുസ്ലിയാക്കന്മാരെയും കൂടാരങ്ങളിൽ പോയി ജനങ്ങൾ ഈ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ പോയി എരന്നിട്ടില്ല അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഓച്ചാനിച്ച് നിന്നിട്ടില്ല. ഇന്ന് അതൊക്കെ മാറി. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന തെമ്മാടിയാണ്, ചെറ്റയാണ്. ഈ ലോകത്ത് ജീവിക്കാൻ അർഹത പോലും ഇല്ലാത്ത മനുഷ്യ ജന്മത്തിൽ പിറന്നു എന്നുള്ളതേ ഉള്ളൂ. അവൻ മൃഗത്തിന് തുല്യനാണ്. മൃഗവും പോലും ഇത്രയും ഈ വെള്ളാപ്പള്ളിയെ കണ്ടാൽ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും. കാരണം അത്ര വർഗീയതയാണ് പറയുന്നത്. കാരണം വർഗീയത ഒന്നെന്ന് പറയുന്ന കുടുംബ മഹിമയാണ്. മനുഷ്യന് ഡ്രസ് ആൻഡ് അഡ്രസ് മേക്സ് മാൻ എന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അത് അർത്ഥവത്തായ ഒരു വാക്കാണ്, ഒരു വാചകമാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ കച്ചവടം എന്ന് പറയുന്നത് കള്ള് കച്ചവടവും പലിശയ്ക്ക് പണം കൊടുക്കുവാണ് അവന്റെ ജോലി. അപ്പോ ഇപ്പോ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള, അതായത് വെള്ളാപ്പള്ളിയെ ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ ഈഴവ സമുദായത്തിലെ പ്രമുഖന്മാരുടെയും മെയിൻ ബിസിനസ് എന്ന് പറയുന്ന കള്ള് കച്ചവടവും പലിശയ്ക്ക് കൊടുപ്പുമാണ്. അത് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കി, നിങ്ങൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ വെള്ള പൂശിക്കൊണ്ട് ഈ പിണറായി എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി താങ്ങി ചില സമയത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ BJPയെ താങ്ങി നടക്കുന്നത് എന്താണ്? ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളി അകത്തായി പോകും. പക്ഷേ അതിൽ ഗട്സ് UDFിലും ആർക്കും ഇല്ല. കാര്യം വെള്ളാപ്പള്ളിയെ അകത്താക്കാൻ, അതായത് കേസ് ഉണ്ട്, അയാളുടെ പേരിൽ പല കേസുകളും ഉണ്ട്, ആ കേസിൽ അകത്താക്കാൻ ഉള്ള ഗട്സ് ഉള്ള ഒരു UDF നേതാവ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വെള്ളാപ്പള്ളി പഠിക്കുകയുള്ളൂ. അപ്പൊ വേറെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെ വേണമെങ്കിലും ആർക്കും അകത്താക്കാം, ജയിലിലിടാം, ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ വെള്ളാപ്പള്ളിയെ പിടിക്കാൻ പേടിയാണ്, ഭയമാണ്. ഇപ്പോ ബലാത്സംഗ കേസ് എന്നും പറഞ്ഞ് എവിടുന്ന, കാനഡയില, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുത്തി ഒരു ആഭിസാരിക ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് നമ്മുടെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിന് രായ്ക്ക് രാമനും 12:30 മണിക്ക് ലോഡ്ജിൽ പോയി എല്ലാ പഴുതുകളും അടച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. എന്തിനായിരുന്നു? ഇവിടെ ഒരു കന്യാസ്ത്രീ 13 പ്രാവശ്യം എന്നെ ബലാത്സംഗം ചെയ്തെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആ അച്ഛന എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതിനുള്ള ഗട്സ് പിണറായിക്കില്ല. അപ്പോ ഒരു മെസ്സേജ് വന്നപ്പോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എന്നെ ഇയാൾ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു. എന്നിട്ട് എങ്ങനെയാണ് പീഡിപ്പിച്ചത്? അവള് തന്നെയാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. ഹോട്ടലിൽ മുറിയെടുത്ത് രാഹുലിനെ വിളിപ്പിച്ച് ബലാത്സംഗം ചെയ്യൂ എന്നെ എന്ന് പറഞ്ഞ ആ സ്ത്രീ എവിടെ നിന്നോ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക്, ഒരു ഇമെയിൽ അയച്ചപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. അതേസമയം ഒരു കന്യാസ്ത്രീ പറയുന്നത് എന്നെ 13 പ്രാവശ്യം ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സത്യവും ധർമ്മവും നീതിയും ഒന്നും കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയും നടക്കുന്നില്ല. അതാണ് സംഭവം. ഇതിന് എല്ലാവരും ഉത്തരവാദിത്വം ഉള്ളവരാണ്. എല്ലാവർക്കും ഇതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. അതായത് സത്യം പോലെയും നീതി പോലെയും നടക്കട്ടെ. അതിലെന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? സത്യനീതിയും ധർമ്മവും ഈ നാട്ടിൽ നടന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നന്നാവുള്ളൂ, ഈ നാട് നന്നാവുള്ളൂ. നമ്മളെ മക്കളായിരുന്നാലും ശരി, നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ആയിരുന്നാലും ശരി, നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരുന്നാലും ശരി, സത്യം പോലെ പറയണം. നമുക്ക് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ശരിയാണ്, തെറ്റാണ് നീ ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അടി കൊടുക്കേണ്ടവന് അടി കൊടുക്കണം. എന്നിട്ട് മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഓക്കെ, അതിന് കുഴപ്പമില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ പോകരുത്. കള്ളും കച്ചാവും കച്ചവടം ചെയ്യുകയും അത് കൈവശം വെക്കുകയും ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ല. എന്തായാലും എൻ്റെ മകന് തെറ്റിപ്പോയി, അതിനെ അവനെ തിരുത്തി കൊണ്ടുവരണം. അടി കൊടുക്കേണ്ട മക്കളെ എന്ന് പറയുന്നത് ചെറുപ്രായത്തിലെ ശിക്ഷിച്ച് തന്നെ വളർത്തണം, ഭയം ഉണ്ടാക്കി വളർത്തണം, നിയമത്തിനെ പേടിക്കണമെന്നും സത്യവും ധർമ്മവും നീതിയും അനുസരിച്ചാണ് നമ്മൾ നടക്കേണ്ടതെന്നും ബാക്കിയുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്നും ബാക്കിയുള്ള മതചിട്ടകളെ നമ്മൾ ആക്ഷേപിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ മതബോധമുള്ളവരാക്കി, ഏത് സമുദായക്കാരെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മതബോധമുള്ളവരായി തന്നെ വളർത്തണം. വലിയ രാഷ്ട്രീയക്കാരാക്കരുത്. രാഷ്ട്രീയം വേണം, പക്ഷേ ഈ സത്യവും ധർമ്മവും നീതിയിലും വിശ്വസിക്കുന്നവൻ രാഷ്ട്രീയത്തിൽ വന്നാലേ അവിടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നും അതിനുവേണ്ടി പരിശ്രമിച്ച്
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളെ ഒറ്റപ്പെടുത്തണമെന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ തൽക്കാലം അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിപക്ഷത്തിരുത്തി ആ പാർട്ടിയെ വളർത്തിയെടുക്കണമെന്നാണ് എനിക്ക് ഇവിടെയുള്ള സമ്മതിദായകരായ പ്രബുദ്ധരായ കേരളീയരോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.